നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജിലൂടെലേക്ക് സ്വാഗതം. ഇന്ത്യക്ക് കാവലായി ഓരോ ഇന്ത്യക്കാരനും അഭിമാനമായി ഇന്ത്യൻ നാവികസേന തലയെടുപ്പോടെ കുതിക്കുകയാണ്. ഇന്ന് ഇന്ത്യൻ നാവികസേന ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മേഖലയിലെ കരുത്തിന്റെ കേന്ദ്രമായ വിശാലമായ ഇൻഡോ പസഫിക് പശ്ചാത്തലത്തിൽ ഒരു സുപ്രധാന ശക്തിയായി അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നു. കടൽ സുരക്ഷ, പ്രത്യേകിച്ച് കടൽ കൊള്ള, പ്രാദേശിക അസ്ഥിരത തുടങ്ങിയ പാരമ്പര്യേതര ഭീഷണികൾക്കെതിരെ കടൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ഇന്ത്യൻ സേനയുടെ മുൻകരുതൽ നടപടികൾ അടിവരയിടേണ്ടതാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ റെസിഡന്റ് നാവിക ശക്തിയാണ് ഇന്ത്യയെന്ന് നാവികസേനാ മേധാവി അഡ്മിറൽ ആർ ഹരികുമാർ ഊന്നി പറഞ്ഞു. നാവികസേനയുടെ പ്രാഥമിക ഉത്തരവാദിത്തം സുരക്ഷിതവും സുസ്ഥിരവുമായ ഒരു സമുദ്രാന്തരീക്ഷം നിലനിർത്തുക എന്നതാണ്. ഇത് ഇന്ത്യയുടെ ദേശീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ഈ സുപ്രധാന കടൽ പാതകളിലൂടെ വ്യാപാരത്തിൻ്റെ സ്വതന്ത്രമായ ഒഴുക്കുറപ്പാക്കുന്നതിനും നിർണായകമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യയുടെ പേര് മാത്രമല്ല, ഇന്ത്യയുടെ തന്ത്രപരവും സാമ്പത്തികവുമായ താൽപ്പര്യങ്ങളുടെ നിർണായക മേഖലയായി നിലകൊള്ളുന്നു. കടൽ കൊള്ള തടയുന്നതിനും സമുദ്ര സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുമായി ഇന്ത്യൻ നാവികസേന കാര്യമായ പ്രവർത്തനങ്ങൾ നടത്തി ശ്രദ്ധേയമായി. 2023 ഡിസംബറിൽ ആരംഭിച്ച ഓപ്പറേഷൻ സങ്കൽപ്പ് എടുത്തു പറയണം. ഉയർന്നുവരുന്ന ഭീഷണികളെ നേരിടാൻ വിപുലമായ സമുദ്ര നിരീക്ഷണം നടത്തി 5000-ലധികം ഉദ്യോഗസ്ഥരെ കടലിൽ വിന്യസിച്ചിട്ടുണ്ട്. സേനയുടെ പ്രവർത്തനങ്ങൾ നാവികസേനയുടെ കഴിവുകൾ മാത്രമല്ല, കടൽ കൊള്ളയിൽ നിന്ന് കടൽ വ്യാപാര പാതകളെ സംരക്ഷിക്കുന്നതിനുള്ള പ്രതിബദ്ധതയും ഉയർത്തിക്കാട്ടുന്നു. 35 കടൽ കൊള്ളക്കാരെ വിജയകരമായി തടഞ്ഞു നിർത്തി പിടികൂടിയത് സമീപ വർഷങ്ങളിൽ ഇന്ത്യൻ നാവികസേന നടത്തിയ ഏറ്റവും വലിയ കടൽ കൊള്ള വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഒന്നായി അടയാളപ്പെടുത്തി. ഇൻഡോ പസഫിക് വികസിച്ചുകൊണ്ടിരിക്കുന്ന ജിയോ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് ഇന്ത്യയുടെ തന്ത്രപരമായ പ്രാധാന്യം കൂടുതൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. ചൈനയെ പോലെയുള്ള ആഗോള ശക്തികൾ ഈ മേഖലയിൽ തങ്ങളുടെ നാവിക സാന്നിധ്യം വർദ്ധിപ്പിക്കുമ്പോൾ ഒരു സ്ഥിരതയുള്ള ശക്തി എന്ന നിലയിൽ ഇന്ത്യയുടെ പങ്ക് കൂടുതൽ നിർണായകമാകും. ശക്തമായ പ്രവർത്തനശേഷി, നിയമനിർമ്മാണ പിന്തുണ, തന്ത്രപരമായ സംരംഭങ്ങൾ എന്നിവയിലൂടെ ഇന്ത്യൻ നാവികസേന ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു റെസിഡന്റ് പവർ എന്ന പദവി ഉറപ്പിക്കുക മാത്രമല്ല, ഇൻഡോ പസഫിക്കിലുടനീളം സമുദ്ര സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഒരു പ്രധാന നേതാവായി ഉയർന്നു വരികയും ചെയ്യുന്നു. നമുക്കറിയാം, ഇന്ത്യൻ നാവികസേനയുടെ പ്രാഥമിക ലക്ഷ്യം രാജ്യത്തിന്റെ സമുദ്രാതിർത്തികൾ സംരക്ഷിക്കുക എന്നതാണ്. ഇത് നമ്മുടെ സേന കൃത്യമായി ചെയ്തു വരികയാണ്. മറ്റു രാജ്യങ്ങൾക്കും ഇന്ത്യ വലിയ മാതൃകയായി തുടരുകയാണ്. രാജ്യ പ്രതിരോധ രംഗത്ത് മികച്ച പ്രവർത്തനങ്ങളാണ് നാവികസേന ചെയ്തു പോരുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിന്മേൽ പ്രിയ പ്രേക്ഷകർക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമന്റിലൂടെ.